إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, ധാരാളം ആശയ സമ്പുഷ്ടമായ ഒരു ഹദീസ് മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, നിശ്ചയമായും ഹലാലായ കാര്യങ്ങൾ, അള്ളാഹു അനുവദിച്ച് നൽകിയ കാര്യങ്ങൾ അത് വ്യക്തമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അതും വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുശ്തബിഹാത്തുൻ, എന്നാൽ അതിന് രണ്ടിനുമിടയിൽ സംശയാസ്പദമായ, ഹലാലിനോടും ഹറാമിനോടും സാദൃശ്യം തോന്നിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും അവയെക്കുറിച്ച് അറിയില്ല. അഥവാ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതിൻ്റെ വിധിയെക്കുറിച്ച് ജനങ്ങൾക്കറിയില്ല. അതിന് വിധിയില്ല എന്നല്ല, എല്ലാ കാര്യങ്ങൾക്കും ദീനിൽ ഹുക്കുമുണ്ട്. പക്ഷേ അധിക പേരും ഇത്തരത്തിലുള്ള സാദൃശ്യമായ സംശയാസ്പദമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിധികൾ അവർക്കറിയുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫമനിത്തഖ ശുബുഹാതി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, ആരെങ്കിലും ഇത്തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയാൽ, അതിനെ സൂക്ഷിച്ചാൽ, അവൻ ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, അവൻ അവൻ്റെ ദീനിനെയും അവൻ്റെ അഭിമാനത്തെയും അവൻ സംരക്ഷിച്ചിരിക്കുന്നു. വമൻ വഖഅ ഫിശ്ശുബുഹാതി വഖഅ ഫിൽ ഹറാം, എന്നാൽ ഇത്തരം സംശയാസ്പദമായ കാര്യങ്ങൾ അതറിവില്ലാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, അതിൽ ചെന്ന് പതിക്കുകയാണെങ്കിൽ അവൻ ഹറാമിൽ ചെന്ന് പതിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ, അതിനൊരു ഉദാഹരണം, ഒരു ഉപമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. കർറാഇ യർആ ഹൗലൽ ഹിമ, അതെങ്ങനെയാണ് ഒരു ആട്ടിടയൻ, ഒരു ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയൻ, അവൻ അതിർവരമ്പുകൾക്കിടയിൽ, അഥവാ സംരക്ഷിത മേഖലയായ ഒരു പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം, ആ വേലിയുടെ അടുക്കൽ ആടിനെ മേയ്ക്കുന്ന ഒരാളെ പോലെയാണ്. യൂശികു അൻ യർതഅ ഫീഹ്, അങ്ങനെ ആ വേലികൾക്കരികിൽ, ആ അതിർത്തിക്കരികിൽ വെച്ച് ആടിനെ മേയ്ക്കുന്ന ആള്, അയാളുടെ ആടുകൾ എപ്പോൾ വേണമെങ്കിലും ആ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് കയറി അത് മേയാനുള്ള സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞതായി കാണാം, അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമ, ഓരോ ഭരണാധികാരികൾക്കും, ഓരോ രാജാക്കന്മാർക്കും അവരുടേതായ ചില സംരക്ഷണ മേഖലകൾ, അതിർത്തികളുണ്ട്. അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, അല്ല നിങ്ങൾ അറിയണേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സംരക്ഷണ അതിർത്തി എന്ന് പറയുന്നത് അത് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർത്തികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങൾ അറിയുക, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണം നേരെയായാൽ, അത് ശരിയായാൽ ശരീരം മുഴുവൻ നന്നാകുന്നതാണ്. വ ഇദാ ഫസലൽ ജസദു കുല്ലുഹു, അത് കേടായാൽ, അത് മോശമായാൽ ശരീരം മുഴുവൻ ദുഷിക്കുന്നതാണ്, നശിക്കുന്നതാണ്. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്നും നിങ്ങൾ അറിയണേ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ മഹത്തായ ഹദീസാകുന്നു ഇത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവർ പറഞ്ഞതായി കാണാം, ദീനിന്റെ 1/3 അതല്ലെങ്കിൽ ദീനിന്റെ 4/1 തന്നെ ഈ ഹദീസിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നവർ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അഹാദീസുൽ ഇസ്ലാമി തദൂറു അലാ 3 അഹാദീസ്, ഇസ്ലാമിന്റെ ആകെ തുക, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മൊത്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ആകെ തുക അത് ഉൾക്കൊള്ളുന്നത് 3 ഹദീസുകളിലാകുന്നു. ഒന്നാമത്തെ ഹദീസ് ഏതാണ്? ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്,
കർമ്മങ്ങളെല്ലാം അത് നീയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരാൾ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ. നീയത്തുകൾ നന്നാക്കണം, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കണം എന്ന് പഠിപ്പിക്കുന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അതാകുന്നു ഒന്നാമത്തെ ഹദീസ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി അയാൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം. അയാളുടെ ആരാധനകളും അയാളുടെ നേർച്ചകളും പരിപാടികളുമെല്ലാം അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്ത മറ്റൊന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. രണ്ടാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, പുത്തനാചാരങ്ങൾ, ബിദ്അത്തുകൾ അതാരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അഥവാ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളതായിരിക്കണം, റസൂൽ പഠിപ്പിച്ചതായിരിക്കണം, റസൂലിന്റെ സുന്നത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം. അതാണ് നമ്മെ അനിവാര്യമാക്കി തീർക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളാക്കുക, റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ഇബാദത്തുകൾ നിർവഹിക്കുക. ഇനി ബാക്കിയുള്ളത് ഹലാൽ ഏതാണ് ഹറാം ഏതാണ് എന്ന കാര്യമാണ് വ്യക്തമാകാനുള്ളത്. അതാണ് മൂന്നാമതായി ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാലും ഹറാമും അത് വ്യക്തമാണ്, അത് സ്പഷ്ടമാണ് എന്ന കാര്യമാണ് ഒന്നാമതായി പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയുന്നു, നബിയെ താങ്കൾക്ക് നാം കിതാബ് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എല്ലാ കാര്യങ്ങളും അത് വ്യക്തമായി വിശദമായി അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, യുബയ്യിനുല്ലാഹു ലക്കും അൻ തദില്ലു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വഴിപിഴക്കാതിരിക്കാൻ, നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഈ ദീൻ എന്ന് പറയുന്നത് അത് സമ്പൂർണ്ണമാണ്. അതിലെ ഹലാലുകളും ഹറാമുകളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞതായി കാണാം, ഖദ് തറക്തുകും അലൽ ബൈളാഇ. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നതും ഒരു പ്രകാശപൂരിതമായ ഒരു മാർഗത്തിലാണ്, ഒരു വഴിയിലാണ്. ലൈലുഹാ കനഹാരിഹ. ആ വഴിയുടെ പ്രത്യേകത അതിന്റെ രാവുകൾ പോലും പകലുകൾ പോലെ പ്രശോഭിതമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ. എനിക്ക് ശേഷം നശിച്ചവനല്ലാതെ ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മഹാനായ അബൂ ദർർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ലഖദ് തറകനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യുഹർരികു ത്വാഇറുൻ ജനാഹിഹി ഫിസ്സമാ ഇല്ലാ ദക്കറനാ മിൻഹു ഇൽമാ. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിട്ടുപിരിയുന്ന സന്ദർഭത്തിൽ ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന ചിറകുകൾ അടിക്കുന്ന പക്ഷികൾ, ആ പക്ഷികളെ കുറിച്ച് പോലുമുള്ള അറിവും അതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾ, അതുമായി ബന്ധപ്പെട്ട ഹുക്മുകൾ പോലും, അതുമായി ബന്ധപ്പെട്ട വിധികൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആ പക്ഷിയെ ഭക്ഷിക്കാമോ, അതിന്റെ കാഷ്ടം അത് നജസാണോ എന്നിങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അത്രത്തോളം നിസ്സാരമായ കാര്യങ്ങൾ പോലും റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതാണ് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാതുൻ. എന്നാൽ ഈ ഹറാമിനും ഹലാലിനും ഇടയിൽ ചില സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. ജനങ്ങളിൽ അധിക ആളുകൾക്കും അതിന്റെ ഹുക്മ്, അതിന്റെ വിധിയെക്കുറിച്ച് അവർക്കറിയുകയില്ല. അതിന്റെ അർത്ഥം ജനങ്ങളിൽ ചില ആളുകൾക്ക്, അതല്ലെങ്കിൽ ധാരാളം ആളുകൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനമുണ്ട്, അറിവുണ്ട് എന്ന പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു നൽകുന്നത്. ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അഹ്കാമുകൾ, ഹുക്മുകളെ, ദീനിന്റെ വിധികളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്നാമത്തേത് ഹലാലുൻ ബയ്യിനുൻ. എല്ലാവർക്കും വ്യക്തമായ സ്പഷ്ടമായ ഹലാലായ കാര്യങ്ങൾ, നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ അതെല്ലാം ഹലാലാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, ആർക്കും അവ്യക്തതയില്ല. രണ്ടാമത്തേത് ഹറാമുൻ ബയ്യിനുൻ കുല്ലുൻ യഅരിഫുഹു. എല്ലാവർക്കും ഹറാമാണെന്ന് ബോധ്യമുള്ള അത്തരത്തിലുള്ള ഹറാമായ കാര്യങ്ങളുണ്ട്. മദ്യപാനവും വ്യഭിചാരവും കൊലപാതകവും മോഷണവും ഇത്തരത്തിൽ എല്ലാവരും അവർക്ക് വ്യക്തമായ ബോധ്യമുള്ള ഹറാമായ കാര്യങ്ങളുണ്ട്. മൂന്നാമത്തെ ഇനമാണ് മുസ്തബിഹുൻ ലാ യുഅറഫു ഹൽ ഹുവ ഹറാമുൻ ഔ ഹലാൽ. എന്നാൽ അവയ്ക്കിടയിൽ സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട്. അത് ഹലാലാണോ അത് ഹറാമാണോ എന്ന് ചില ആളുകൾക്ക് വ്യക്തമാകാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹലാലും ഹറാമും അത് വ്യക്തമാണ്, പക്ഷേ അതിൽ ചിലതിനേക്കാൾ അത് വ്യക്തമാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഇത്തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് എന്തിനാണ്? അതിന്റെ പിന്നിലുള്ള യുക്തിയായി പണ്ഡിതന്മാർ പറയുന്നു, ഹത്താ യതബയ്യന മൻ കാന ഹരീസൻ അലാ ത്വലബിൽ ഇൽമി വമൻ ലൈസ ബിഹരീസിൻ. ആരൊക്കെയാണ് ശരിയായ വിധത്തിൽ ദീൻ പഠിക്കുന്നത്, ദീനിന്റെ വിജ്ഞാനങ്ങൾ ആരൊക്കെ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി, അത് വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ പഠിക്കും തോറും നമ്മുടെ സംശയങ്ങൾ അത് ദൂരീകരിക്കപ്പെടുകയാണ്. അത്തരത്തിൽ പഠിക്കുന്നവരാരുണ്ട് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നാമതായി അതിന്റെ യുക്തി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ യുക്തിയായി പണ്ഡിതന്മാർ പറയുന്നു, ആ സംശയം തീരുന്ന കാലത്തോളം നീ ഇത്തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ അത് ചെയ്യുന്നവനാണോ അതല്ല അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയും കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചതെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ അത് അത്തരത്തിലുള്ള ആളുകൾ രണ്ട് വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ സാധാരണക്കാരായ ആളുകൾ, ദീനുമായി ധാരാളം പഠിച്ചിട്ടില്ലാത്ത, ദീനി ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായ ആളുകൾ. അവർക്ക് ധാരാളം വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അത് വലിയ വലിയ പണ്ഡിതന്മാരാണ്. അവർക്കിടയിലും ഇത്തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത വിധം അത്തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർക്കിടയിലും ഉണ്ടാകാറുണ്ട്. എന്തു തന്നെയാണെങ്കിലും, സാധാരണക്കാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നെത്തുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുന്നവൻ അവനവന്റെ ദീനിനെയും അഭിമാനത്തെയുമാണ് സംരക്ഷിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ കച്ചവട മേഖലകളിൽ ഒട്ടനവധി സംശയാസ്പദമായ കാര്യങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നാം അറിയാത്ത തരത്തിലുള്ള ഷെയറുകൾ, ലാഭങ്ങളൊക്കെ കച്ചവടത്തിന്റെ മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഹറാമാണോ ഹലാലാണോ എന്ന് നിനക്ക് വ്യക്തമല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇനി ഒരാൾ ഇത്തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങൾ അറിവുള്ളവരോട്, പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുകയും അതിലവൻ വിധികൾ കൈക്കൊള്ളുകയും എന്നിട്ട് ആ കാര്യം പ്രവർത്തിക്കുകയുമാണെങ്കിൽ അതിന്റെ പേരിൽ ആളുകളെ ആക്ഷേപിക്കാൻ പാടില്ല. അവൻ ഇത്തരം ശുബ്ഹാത്തുകളുടെ പിന്നിൽ, മുസ്തബിഹാത്തുകളുടെ പിന്നിൽ പോകുന്നവനാണെന്ന് ആക്ഷേപിക്കാൻ പാടില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ, നിങ്ങൾക്ക് ദീനിന്റെ വിഷയത്തിൽ അറിയാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ ഇൽമുള്ളവരോട് ചോദിക്കുക. ഇൽമുള്ളവർ പറയുന്നതിനനുസരിച്ച്, അവർ നൽകുന്ന ഫത്വകൾക്കനുസരിച്ച് നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചില ആളുകൾക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള വസ്വാസുകൾ ഉണ്ടാകാറുണ്ട്. അത് ഹലാലാണോ, അത് ഹറാമാണോ, അതല്ലെങ്കിൽ അതിന്റെ വിധി എന്താണ് എന്ന് പോലും അറിയാത്ത, ദീനിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് പോലും ഇത്തരത്തിൽ അറിയാത്ത ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടത് അവർ ദീൻ പഠിക്കുക എന്നുള്ളതാണ്. ദീനിന്റെ അടിത്തറകൾ, ദീനിന്റെ ഉസൂലുകൾ, നാമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദിനേന നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഹ്കാമുകൾ, വിധികൾ, അതെല്ലാം നന്നായി പഠിക്കുവാൻ നാം ഓരോരുത്തരും സമയവും ആയുസ്സും അത് മാറ്റിവെക്കുക തന്നെ വേണം. അപ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമ്മിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയുള്ളൂ. ഇത്തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കിയവനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവനവന്റെ ദീനിനെ സംരക്ഷിച്ചു എന്നതാണ്. അതോടൊപ്പം റസൂലുള്ളാഹി പറയുന്നു, വഇർളിഹി, അവനവന്റെ അഭിമാനത്തെയും അവന്റെ അന്തസ്സിനെയും അവൻ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദീൻ അത് നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അഭിമാനവും നമ്മുടെ അന്തസ്സും അതും നമ്മൾ പവിത്രമായി അത് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് ആക്ഷേപങ്ങൾ വരുന്നതിന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. ചില ആളുകൾ പറയും, ആളുകൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാനതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടും തൻ്റെ അഭിമാനത്തെ അത് ജനങ്ങൾക്കിടയിൽ പിച്ച് ചീന്താവുന്ന തരത്തിൽ ഇട്ടുകൊടുക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും പാടില്ല. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയായിരുന്നു. ആ സമയത്ത് റസൂലിനെ കാണുന്നതിനായി മഹദിയായ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹ പള്ളിയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് റസൂലിന്റെ അരികിലൂടെ അൻസാരികളായ രണ്ട് സഹാബികൾ അവർ നടന്നു പോവുകയുണ്ടായി. അവർ റസൂലിനെ ഉപദ്രവിക്കേണ്ട, അല്ലെങ്കിൽ റസൂലിന് വല്ല തടസ്സവും ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവർ റസൂലിനോട് സംസാരിക്കാനൊന്നും കൂട്ടാക്കിയില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നു, അലാ റിസ്ലികുമാ, നിങ്ങൾ പതുക്കെ പോകുക, ഇന്നമാ ഹിയ സഫിയതു, ഇതെന്റെ ഭാര്യ സഫിയയാണ് എന്നവരോട് പറയുന്നു. ആ സഹാബത്ത് പറയുകയാണ്, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങൾ അങ്ങയെക്കുറിച്ച് മോശമായി വിചാരിക്കുകയോ എന്ന അത്ഭുതത്തോടുകൂടി പറയുകയും അവർക്കത് പ്രയാസമാവുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞതായി കാണാം, ഇന്ന ശൈത്വാന യബ്ലുഗു മിനൽ ഇൻസാനി മബ്ലഗദ്ദം, മനുഷ്യന്റെ ശരീരത്തിൽ രക്തമെത്തുന്ന ഇടങ്ങളിലെല്ലാം പിശാച് വന്നെത്തുന്നതാണ്. വ ഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ പിശാച് വല്ല മോശമായ ചിന്തയും ഇട്ടുതരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനോട് പറയുകയാണ്. അതുകൊണ്ട് മോശമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആളുകൾ അത് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ തന്നെ
തന്നെ ആ സമയത്ത് തന്നെ അതവർക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട് എന്ന പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് റസൂൽ പറയുന്നു, വമൻ വഖഅ ഫിശ്ശുബ്ഹാതി വഖഅ ഫിൽ ഹറാം. ആരെങ്കിലും ഇത്തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തമാകാത്ത കാര്യങ്ങൾ അതിന്റെ പിന്നാലെ കൂടിയാൽ, അതല്ലെങ്കിൽ അതിൽ അകപ്പെട്ടു പോയാൽ അവൻ ഹറാമിൽ ചെന്ന് പതിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പണ്ഡിതന്മാർ ഇവിടെ വിശദീകരണം നൽകിയതായി കാണാം. അവൻ ഹറാം ചെയ്ത കുറ്റം ലഭിക്കുമെന്നാണോ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്? രണ്ട് വിശദീകരണമാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തേത്, ഇത്തരത്തിൽ സംശയാസ്പദമായ കാര്യം അത് ഹറാമായിരിക്കാം. ഉദാഹരണമായി ഒരു പാനീയം അത് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുണ്ട്. അതിൽ ലഹരിയുണ്ടോ അതല്ല ലഹരിയില്ലേ എന്ന് സംശയമാണ്. എന്നാൽ അതിൽ ലഹരി ഉണ്ടെങ്കിൽ അത് ഹറാമായ കാര്യമാണ്. അത്തരത്തിൽ ലഹരിയുള്ള കാര്യമാണെങ്കിൽ അതവൻ കഴിക്കുന്നതോടുകൂടി അതവൻ കുടിക്കുന്നതോടുകൂടി അവനിൽ ഹറാമായ കാര്യം സംഭവിച്ചിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണമായി പണ്ഡിതന്മാർ പറയുന്നു, ഇത്തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങൾ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിങ്ങനെ തുടർച്ചയായി ചെയ്യുകയും അങ്ങനെ പതിയെ വ്യക്തമായ ഹറാമുകളിലേക്ക് ആ വ്യക്തി ചെന്നെത്തുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഉദാഹരണമായി ഒരു പാനീയം അതിൽ ലഹരിയുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്. എന്നിട്ടും അതവൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സിലുള്ള ധാരണ എന്താണ്? അത് ലഹരിയാണെങ്കിലും കുഴപ്പമില്ല എന്ന നിലക്കാണ് അതവൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് ഇത്തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങൾ പിന്നാലെ പോയി അവൻ വ്യക്തമായ ഹറാമുകളിൽ ചെന്ന് പതിക്കുമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഉപദേശമെന്നും പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണമായി നൽകിയതായി കാണാം. ഈ ഹദീസുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഉദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇൽമിയായി ദീനിന്റെ വിജ്ഞാനവുമായി എനിക്കുള്ള ബന്ധമെന്താണ്? ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കുവാൻ അതിനുള്ള പ്രയത്നവും പരിശ്രമവും എന്നിൽ നിന്ന് എത്രത്തോളം ഉണ്ട് എന്ന കാര്യമാണ് ഓരോരുത്തരും സ്വയമായി വിലയിരുത്തേണ്ട കാര്യം. എല്ലാ ദിവസവും രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവിനോട് നാഫിആയ ഉപകാരപ്രദമായ വിജ്ഞാനമാണ് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഉപജീവനവും അതുപോലെ സ്വീകരിക്കപ്പെടുന്ന കർമ്മവും അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ഘടന നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ആദ്യമായി അല്ലാഹുവിനോട് ചോദിച്ചത് അല്ലാഹുവേ ഇൽമു നൽകണമേ എന്നാണ്. കാരണം ആ ഇൽമുണ്ടെങ്കിൽ മാത്രമാണ് നല്ല ഉപജീവനം ഏതാണ്, ഹലാലായ ഉപജീവനം ഏതാണ്, ഹറാമായത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ആ ഇൽമുണ്ടെങ്കിൽ മാത്രമേ നിന്റെ കർമ്മങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നത് ഏതാണ്, നിന്റെ കർമ്മങ്ങളെ അതിനെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് നിനക്കറിയണമെങ്കിൽ നിനക്ക് ഇൽമുണ്ടായിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ ആദ്യമായി അവിടുന്ന് ഇൽമിനെ സൂചിപ്പിച്ചത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സദ്ദു ദരീഅ എന്ന് പറയുന്നത്. അഥവാ ഹറാമിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ അതും ഹറാമ് തന്നെയാണ്. അതിനെ കൂടി ഇസ്ലാം വിലക്കുന്നുണ്ട് എന്ന അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം അത് ഹറാമായിരിക്കണമെന്നില്ല, പക്ഷേ ആ കാര്യം ചെയ്യുന്നതോടുകൂടി അത് ഹറാമിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് നിനക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതല്ലെങ്കിൽ അത് ഹറാമിലേക്ക് കൊണ്ടെത്തിക്കാനാണ് സാധ്യത കൂടുതലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതും ഹറാമ് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ദീനിൽ ധാരാളം തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്, മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ധാരാളം കഴിച്ചാൽ, ധാരാളം കുടിച്ചാൽ നിന്റെ ബുദ്ധിയെ അത് ലഹരിയാക്കുന്ന കാര്യം അതിന്റെ അല്പവും അതിന്റെ കുറച്ചും അതും ഹറാമ് തന്നെയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, വളരെ കുറച്ച് കഴിച്ചാലും അതും ഹറാമ് തന്നെയാണ് എന്ന് അതിനെ വിലക്കാനുണ്ടായ കാരണം എന്താണ്? കുറച്ച് കഴിക്കുക എന്നുള്ളത് അത് വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഹറാമിലേക്കുള്ള മാർഗങ്ങളും അതും ഹറാമ് തന്നെയാണ് എന്ന പാഠവും കൂടി ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ ഹറാമായ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുക. അത്തരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞതായി കാണാം, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ. അലാ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നേരെയായാൽ, അത് ശരിയായാൽ നിന്റെ ശരീരം മുഴുവൻ നന്നാകുന്നതാണ്, ശരിയാകുന്നതാണ്. അതിന് കേടുപറ്റിയാൽ നിന്റെ ശരീരം മുഴുവൻ കേടാകുന്നതാണ്. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇതിൽ നിന്ന് വലിയ പാഠമാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. അഹ്ലുസുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസകാര്യങ്ങളിൽ അവരുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തലാസുമുൽ ളാഹിരി വൽ ബാത്തിൻ, അഥവാ അകവും പുറവും
ഹൃദയവും നമ്മുടെ ശരീരവും തമ്മിൽ ബന്ധമുണ്ട് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്. അവ പരസ്പര പൂരകങ്ങളാണ് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. ഒരാളുടെ മനസ്സിൽ അവൻ്റെ മനസ്സിൽ ഈമാനുണ്ടെങ്കിൽ, അവൻ്റെ മനസ്സിൽ തഖ്വയുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ അവൻ്റെ സംസാരത്തിലും അവൻ്റെ വേഷത്തിലും അവൻ്റെ ഭാവത്തിലും അവൻ്റെ ശരീരത്തിലും അത് പ്രകടമാകുന്നതാണ് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്ന കാര്യം. എന്നാൽ പിഴച്ചുപോയ ബിദ്അത്തിന്റെ കക്ഷികൾ, അൽ മുർജിഅ എന്ന് പറയുന്ന ആളുകൾ, വിഭാഗക്കാർ, അവർ പറയുന്നത് ഈമാൻ എന്ന് പറയുന്നത് അത് ഹൃദയം കൊണ്ട് അറിഞ്ഞാൽ മതി, അല്ലാഹുവിനെ കുറിച്ച് ഹൃദയം കൊണ്ട് അറിഞ്ഞാൽ മതി, പിന്നെ നീ നമസ്കരിക്കണമെന്നോ സകാത്ത് കൊടുക്കണമെന്നോ നന്മകൾ ചെയ്യണമെന്നോ എന്നില്ല. എന്തിനധികം നീ ധാരാളം തിന്മകൾ ചെയ്താലും നീ പരിപൂർണമായ ഈമാനുള്ളവനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് നിനക്കുള്ളത്. കാരണം നീ ഹൃദയം കൊണ്ട് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് മാത്രം അറിഞ്ഞാൽ മതി, പുറമേ നടക്കുന്ന കാര്യങ്ങൾ അകവും പുറവും തമ്മിൽ അത് ബന്ധമില്ല എന്നതാണ് ഇത്തരത്തിലുള്ള പിഴച്ചുപോയ ആളുകൾ അവർ വാദിക്കുന്നത്. ഈ പിഴച്ചുപോയ ഈ വാദം അത് നമ്മുടെ അടുക്കലും നമുക്കിടയിലും ചില ആളുകൾ അവർ അറിഞ്ഞോ അറിയാതെയോ പറയുന്നതായി നമുക്ക് കാണാം. വല്ല നന്മയും പറയുന്ന സന്ദർഭത്തിൽ, വല്ല തിന്മയെക്കുറിച്ചും താക്കീത് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ പറയാറുണ്ട്, തഖ്വ എന്നത് അത് ഹൃദയത്തിലാണ്, ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്, താടി വടിക്കാൻ പാടില്ല, അത് ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ ഹദീസുകളിൽ അവിടുന്ന് കൽപ്പിച്ച കാര്യമാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളും അത് ഹറാമാണെന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെരിയാണിക്കത്തായ വസ്ത്രം ധരിക്കാൻ പാടില്ല, സ്ത്രീകളായ ആളുകൾ അവർ ഹിജാബ് സ്വീകരിക്കണം, അവർ അന്യപുരുഷന്മാരുടെ മുൻപിൽ അവരുടെ സൗന്ദര്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല, അന്യപുരുഷന്മാരുമായി കൂടിക്കാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചില ആളുകൾ പറയാറുണ്ട്, തഖ്വ എന്നത് ഹൃദയത്തിലാണ്, റസൂലുള്ളാഹി ഹൃദയത്തിലേക്കാണ് ചൂണ്ടിക്കാണിച്ചത്. അത് ശരി തന്നെയാണ്, തഖ്വയുടെ അടിസ്ഥാനം അത് ഹൃദയത്തിൽ തന്നെയാണ്. പക്ഷേ നിന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ, യഥാർത്ഥമായ ഈമാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ പുറമേ ഉണ്ടാകുമായിരുന്നു എന്ന പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതായി കാണാം. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ എന്നിങ്ങനെ തുടങ്ങി 10ഓളം ആയത്തുകളിൽ ധാരാളം കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആ മനസ്സിനെ, ആ ഹൃദയത്തെ, അതിനെ പരിശുദ്ധിപ്പെടുത്തിയ ആളുകൾ അവർ വിജയം കൈവരിച്ചിരിക്കുന്നു. എന്നാൽ ആ ഹൃദയത്തെ അതിന്റെ തിന്മകൾ കൊണ്ട്, തെറ്റുകൾ കൊണ്ട് അതിനെ കളങ്കപ്പെടുത്തിയ ആളുകൾ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ ദീനിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ട്. ഹൃദയത്തിന് എന്തുകൊണ്ടാണ് ഖൽബ് എന്ന് പേര് വന്നത്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അറബിയിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നത് എന്നാണ് അർത്ഥം. ഹൃദയം എന്നത് എല്ലാ സന്ദർഭത്തിലും ഒരേ അവസ്ഥയിലല്ല, അതിൽ സന്തോഷവും ദുഃഖവും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹൃദയത്തിന് ഖൽബ് എന്ന് പേര് വന്നത്. ആ മാറി മറിയുന്ന കാര്യത്തെ അതിനെ നിയന്ത്രിക്കുന്നവൻ, അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തുവാൻ അല്ലാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ, അല്ലാഹുവേ സലീമായ കുറ്റമറ്റ ഹൃദയത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന പ്രാർത്ഥന അത് ധാരാളമായി നിർവഹിക്കുക. അത്തരത്തിലുള്ള ഹൃദയങ്ങളുമായി പരലോകത്ത് കടന്നു വരുന്ന ആളുകൾക്കാണ് വിജയമുള്ളത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞില്ലേ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ഒരു ദിനമുണ്ട്. ആ ദിനത്തിൽ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയവുമായി അല്ലാഹുവെ കണ്ടുമുട്ടുന്ന ആളുകൾ, അവർക്കാണ് വിജയമുള്ളത്, അവർക്കാണ് രക്ഷയുള്ളതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അൽ ഖൽബു സലീം, സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? തൗഹീദുള്ള, ശിർക്കിനോടും അങ്ങേയറ്റത്തെ വിദ്വേഷമുള്ള, സുന്നത്ത് പാലിക്കുന്ന, ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്ന, നന്മകളിൽ മുന്നേറുന്ന, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഹൃദയത്തെ അതിനെ കാർന്നു തിന്നുന്ന ധാരാളം അസുഖങ്ങളുണ്ട്. അസൂയയും പകയും വിദ്വേഷവും എന്നിങ്ങനെ തുടങ്ങി ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്ന അത്തരത്തിൽ സലീമായ ഹൃദയവുമായി അല്ലാഹുവെ കണ്ടുമുട്ടുന്നവർ അവർക്കാണ് വിജയമുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അൽ ഖവാസ് റഹിമഹുല്ലാ അദ്ദേഹം നൽകിയ വസിയ്യത്ത് കാണാം, ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഹൃദയത്തിന് നൽകാനുള്ള മരുന്ന്, ഹൃദയത്തിന് നൽകാനുള്ള പോഷണം അത് 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിതദബ്ബുർ, ഖുർആൻ നന്നായി ആലോചിച്ചുകൊണ്ട് നീ പാരായണം ചെയ്യുക. ദിനേന എത്രയോ സൂറത്തുകൾ, ചെറിയ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥമൊന്ന് നീ ആലോചിച്ച് നോക്കുക. ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. ആ ഫാത്തിഹയിൽ അടങ്ങിയിരിക്കുന്ന പാഠങ്ങൾ എത്രയാണ്?
അതൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വിശിഷ്ടമായ ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് ഉയർത്തിപ്പിടിക്കുന്ന ആയത്താണ്. അതൊക്കെ പഠിക്കുക. ചെറിയ ചെറിയ സൂറത്തുകളുണ്ട്. അതൊക്കെ ഉച്ചാലോചിച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന് നൽകാവുന്ന ഒന്നാമത്തെ മരുന്നാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു വഖലാഉൽ ബത്ൻ, നീ നിന്റെ വയറ് അത് നിറക്കാതിരിക്കുക, വയറ് കാലിയാക്കുക, അഥവാ നോമ്പനുഷ്ഠിക്കുക എന്നതാണ് ഒരർത്ഥം. അതല്ലെങ്കിൽ എപ്പോഴും വയറ് നിറച്ചവനായി അലസനായി മടിയനായി കഴിയുന്ന ആളുകൾ അവരുടെ ഹൃദയങ്ങൾക്ക് ആ ഹൃദയം കടുത്തു പോകുമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മൂന്നാമത്തേത് വഖിയാമുൽ ലൈൽ, രാത്രിയുള്ള നമസ്കാരമാണ്. രാത്രിയുള്ള നമസ്കാരം നമ്മൾ പതിവാക്കുക. വളരെ കുറച്ചാണെങ്കിലും അത് നമ്മൾ ശീലമാക്കുക. അത് നമ്മുടെ ഹൃദയത്തിന് നൽകാനുള്ള പ്രധാനപ്പെട്ട പോഷണം തന്നെയാണ്. വത്തദർറുഉ ഇൻദ സഹർ, അത്തായ സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ കേണപേക്ഷിക്കുക. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ തെറ്റുകൾ, അപരാധികൾ, നമ്മുടെ പ്രയാസങ്ങൾ അതെല്ലാം അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് പറയുക. അഞ്ചാമത്തെ കാര്യമാണ് വമുജാലസത്തു സ്സാലിഹീൻ, നല്ല ആളുകൾ, ദീനുമായി ബന്ധമുള്ളവർ, പള്ളിയുമായി ബന്ധമുള്ളവർ, അത്തരത്തിലുള്ള ആളുകളുമായി നമ്മൾ കൂട്ടുകൂടുക, അവരുമായി സഹവസിക്കുക, അവരുമായി ബന്ധങ്ങൾ ചേർക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മാറ്റമാണ്. നമ്മൾ തെറ്റിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മെ തിരിച്ചു വിളിക്കാൻ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നന്മയായി മറ്റെന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. നിനക്ക് സാലിഹീങ്ങളെ പോലെ അവരെ പോലെ നന്മയിൽ നിനക്ക് മുന്നേറാൻ കഴിയുന്നില്ലെങ്കിലും നീ അവരോട് സാദൃശ്യപ്പെടുക, അവരോടൊപ്പം നീ സഹവസിക്കുക. അവരോടുള്ള സഹവാസം തന്നെ അത് തന്നെ വിജയമാണ് എന്ന് കവികൾ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കുകയും സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിന്നുകൊണ്ട് ദീനിനെയും നമ്മുടെ അഭിമാനത്തെയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അത്തരത്തിൽ ഈമാനുള്ള തഖ്വയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സ الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.